10 മിനിറ്റ് കൊണ്ട് 5 ആപ്പ് ഉണ്ടാക്കിയാലോ? അത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന കാൽക്കുലേറ്റർ ആപ്പ് നമ്മൾ 10 മിനിറ്റ് കൊണ്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് പോവാണ്. അതായത് ആൻഡ്രോയിഡ് iOS ഫോണുകളിലും വിൻഡോസ് ലിനക്സ് മാക്OS കമ്പ്യൂട്ടറുകളിലും അതേപോലെ തന്നെ വെബ്സൈറ്റ് ആയിട്ടും ഒരേപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കോഡ് ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആർക്കും എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആപ്പ് ഡെവലപ്മെൻറ്റിലേക്ക് വരാൻ താല്പര്യമുള്ള, പ്രത്യേകിച്ച് ഡെവലപ്മെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും ഇല്ലാത്ത ആർക്കും ഫോളോ അപ്പ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മെയിനായിട്ട് ബിഗിനേഴ്സിനെയാണ് ഈ വീഡിയോ കൊണ്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആപ്പ് ഡെവലപ്മെൻറ്റ് എന്നല്ല, ഇനിയിപ്പോൾ എങ്ങനെയാണ് ലോകത്ത് ഈ ഒരു ആപ്പ് ഡെവലപ്മെൻറ്റ് പ്രൊസീജിയർ നടക്കുന്നതെന്ന് അറിയാൻ ക്യൂരിയോസിറ്റിയുള്ള എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ പറയുകയാണെങ്കിൽ 2016 ഗൂഗിൾ പുറത്തിറക്കിയ ഒരു ഹൈബ്രിഡ് ആപ്പുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഓപ്പൺ സോഴ്സ് ആയിട്ട് ഇറക്കിയ ഒരു ഫ്രെയിംവർക്കാണ് ഫ്ലട്ടർ. അതുപയോഗിച്ചാണ് നമ്മൾ ഇന്ന് ആപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഹൈബ്രിഡ് ആപ്പുകളെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പല OSകളിലും ഒരു കോഡ് ബേസിൽ വർക്ക് ചെയ്യുന്ന ആപ്പുകളാണ് നമ്മൾ ഹൈബ്രിഡ് ആപ്പുകൾ എന്ന് പറയുന്നത്. അതിന് വേറെ എക്സാമ്പിൾസ് ഉണ്ട്. അതായത് റിയാക്ട് നേറ്റീവ്, അയോണിക്, അങ്ങനെയൊക്കെ പറഞ്ഞ് ധാരാളം ഫ്രെയിംവർക്ക്സ് അവൈലബിൾ ആണ്. പിന്നെ ഈ ഹൈബ്രിഡ് ആപ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് നേറ്റീവ് ആപ്സ്. അതായിരിക്കും കൂടുതൽ ആളുകളും കേട്ടിട്ടുള്ളത്. ഇതിപ്പോൾ ആൻഡ്രോയിഡിന് മാത്രമായിട്ടാണെങ്കിൽ ജാവയോ കോഡ് പറയുന്ന 2 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്യാം. അതുപോലെ ഇനിയിപ്പോൾ iOSനാണെങ്കിൽ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഉപയോഗിച്ച് കോഡ് എഴുതും. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ OSൽ മാത്രം വർക്ക് ചെയ്യുന്ന ആപ്പുകളെയാണ് നമ്മൾ നേറ്റീവ് ആപ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും അധികം വളർന്നുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ കുറേ അധികം ജോലി സാധ്യതകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഫ്ലട്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് പഠിക്കുക എന്ന് പറയുന്നത് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ടൈമാണ്. പിന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ കമ്പനി തന്നെ ഡെവലപ്പ് ചെയ്ത 2 ആപ്പുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പം വീഡിയോ മുഴുവനായിട്ടും കാണുക. ഫ്ലട്ടറിൻ്റെ ഇൻസ്റ്റാളേഷനിലേക്ക് പോകാം. അപ്പോൾ വെറും 3 സ്റ്റെപ്പിൽ നമുക്ക് ഫ്ലട്ടർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ബ്രൗസർ ഓപ്പൺ ആക്കിയിട്ട് ഫ്ലട്ടർ ഒന്ന് സെർച്ച് ചെയ്യുക. ആദ്യത്തെ റിസൾട്ട് തന്നെ ഫ്ലട്ടറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആവും. അതെടുത്ത് അവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നൊരു ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് OS ആണെന്ന് ചോദിക്കും. നമ്മൾ വിൻഡോസിലാണ് ചെയ്യുന്നത്. അതെടുത്താൽ സിസ്റ്റം റിക്വയർമെൻറ്റ് എന്ന് കാണും. ഇവിടെ നമ്മൾ മെയിനായിട്ടും കൺസിഡർ ചെയ്യേണ്ടത് 1.64 GB എങ്കിലും ഫ്രീ ആയിട്ട് നമ്മുടെ ഡിവൈസിലുണ്ടാവണം. അതിൻ്റെ താഴെയായിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ടാവും. ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനാണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻസ്റ്റാളേഷൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഗിറ്റ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഡൗൺലോഡ് ഗിറ്റ് എന്നുള്ള റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോവാണ്. ഗിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റം ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പം സാധാരണ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാവുന്ന പോലെ തന്നെ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് എടുത്തിട്ട് CMD എന്ന് സെർച്ച് ചെയ്തിട്ട് എൻ്റർ നോക്കിക്കഴിഞ്ഞാൽ വിൻഡോസിൻ്റെ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഗിറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ലൈൻ കോപ്പി ചെയ്തിട്ട് കമാൻഡ് പ്രോംപ്റ്റിൽ പേസ്റ്റ് ചെയ്തിട്ട് എൻ്റർ നോക്കിയാൽ കുറച്ച് സമയത്തിനുള്ളിൽ Cയിലെ SRC എന്ന് പറയുന്ന ഫോൾഡറിലോട്ട് ഫ്ലട്ടർ ഡൗൺലോഡ് ആയിട്ടുണ്ടാകും. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് നോക്കാം. സ്റ്റാർട്ടിൽ ENV എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ നോക്കിയാൽ വിൻഡോസിൻ്റെ എൻവയോൺമെൻറ്റ് വേരിയബിൾ സെറ്റിംഗ്സ് ഓപ്പൺ ആവും. അപ്പോൾ അവിടെ പാത്ത് എന്ന് പറയുന്ന എൻട്രി ഇല്ലെങ്കിൽ ക്രിയേറ്റിന് കൊടുക്കുക. ഇല്ലെങ്കിൽ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന പോലെ CSRC ബിൻ എന്നൊരു ലൊക്കേഷൻ ആഡ് ചെയ്തിട്ടുണ്ടാവും. അവിടെ അതില്ലെങ്കിൽ ക്രിയേറ്റിന് നോക്കി ആഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ട് ക്യാൻസൽ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലട്ടർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ശരിയായിട്ടുണ്ടോ എന്നറിയാനായിട്ട് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് ഫ്ലട്ടർ ഡോക്ടർ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ നിൽക്കുക. അപ്പോൾ ഈ കാണിക്കുന്ന പോലെ കുറേ കാര്യങ്ങൾ ഗ്രീൻ ടിക്കിൽ വന്നു കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഫ്ലട്ടർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് IDE സെറ്റപ്പ് ചെയ്യുക എന്നാണ്. അതായത് ഫ്ലട്ടർ ഉപയോഗിച്ച് കോഡ് ടൈപ്പ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ സെറ്റപ്പ് ചെയ്യുക. അത് ഈ ഒരു ലിങ്ക് ഓപ്പൺ ആക്കിയാൽ 3 സോഫ്റ്റ്വെയർ കാണും. നമ്മളതിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് VS കോഡ് എന്നുള്ള സോഫ്റ്റ്വെയർ. അത് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ VS കോഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് സാധാരണ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നമുക്കത് ഓപ്പൺ ആക്കി നോക്കാം. അടുത്തത് VS കോഡിൽ ഫ്ലട്ടർ സെറ്റപ്പ് ചെയ്യാനായിട്ട് ഇവിടെ എക്സ്റ്റൻഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ എടുത്തിട്ട് ഫ്ലട്ടർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലട്ടറിൻ്റെ എക്സ്റ്റൻഷൻ കിട്ടും. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ ഡാർട്ട് എന്ന് സെർച്ച് ചെയ്യുക. ഡാർട്ട് എന്ന് പറഞ്ഞാൽ ഫ്ലട്ടറിൽ നമ്മൾ കോഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പോൾ അതും ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഫ്ലട്ടർ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ സിസ്റ്റം റെഡി ആക്കിയിട്ടുണ്ടെന്ന് പറയാം. അടുത്ത സ്റ്റെപ്പ് ഇനി പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് അതിനായിട്ട് ഫയൽ ന്യൂ വിൻഡോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ കാണുന്നത് പോലെ വരും. ഇവിടെ റൺ എ കമാൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടൈപ്പ് ചെയ്യാനായിട്ടൊരു ബാർ വരും. അതിൽ ഫ്ലട്ടർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഫ്ലട്ടർ ന്യൂ ആപ്ലിക്കേഷൻ പ്രോജക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഏത് ലൊക്കേഷനിലാണ് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു കൊടുക്കാം. അതിനുശേഷം പ്രോജക്റ്റിൻ്റെ നെയിം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്നത് മൈ കാൽക്കുലേറ്റർ എന്നാണ്. എന്നിട്ട് എൻ്റർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കായിട്ട് ന്യൂ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഈ സൈഡിലായിട്ട് പ്രോജക്റ്റിൻ്റെ ഫയൽസ് ഒക്കെ കാണാം. ഈ ഭാഗത്ത് കോഡ് ചെയ്യുന്ന സ്ഥലവും വരും. ഓക്കെ, അപ്പോൾ പ്രോജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ പ്രോജക്റ്റ് ക്രിയേറ്റ് ആകുമ്പോൾ തന്നെ കുറേ അധികം കോഡുകൾ കാണുന്നുണ്ട്. ഇതെന്താണെന്ന് റൺ ചെയ്ത് നോക്കാനായിട്ട് റൺ സ്റ്റാർട്ട് ഡിബഗിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്.
അതിനായിട്ട് നമുക്കൊരു ഡിവൈസ് വേണം. ഒന്നല്ലെങ്കിൽ നമുക്ക് എമുലേറ്റർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫിസിക്കൽ ഡിവൈസ് തന്നെ നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ തന്നെ ഇതിൽ ഡെവലപ്പർ മോഡ് ഓൺ ആക്കിയിട്ട് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ എങ്ങനെ സെറ്റപ്പ് ആക്കാമെന്നുള്ളതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ആക്കിയിട്ട് എബൌട്ട് ഫോൺ എടുക്കുക. ഇവിടെ MIയുടെ ഫോണിലൊക്കെ ആണെങ്കിൽ ഈ കാണുന്ന ഓപ്ഷനിൽ ഒരു 7 വട്ടം ക്ലിക്ക് ചെയ്താൽ ഡെവലപ്പർ മോഡ് ഓൺ ആകും. അതിനുശേഷം ഇവിടെ സെർച്ചിൽ USB ഡിബഗ് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഈ വരുന്ന ഈ ഓപ്ഷൻ ഒന്ന് ഓൺ ആക്കി കൊടുത്താൽ നമ്മുടെ മൊബൈൽ വെച്ച് ആപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സെറ്റായി. ഇനിയിപ്പോൾ മൊബൈൽ കമ്പ്യൂട്ടറിലായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ചോദിക്കുന്ന പെർമിഷൻസ് ഒക്കെ ഒന്ന് അലോ ചെയ്താൽ ഇവിടെ റൺ സ്റ്റാർട്ട് ഡിബഗിങ് എന്ന് കൊടുത്ത് നോക്കാം. അതിനുശേഷം ഒരു 2 to 5 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്താൽ ഇതുപോലെ നമ്മുടെ മൊബൈലിൽ ഈ കോഡ് വെച്ചുള്ള ഒരു ആപ്പ് ബിൽഡായിട്ടുണ്ടാവും. ഈ കാണുന്നത് ഒരു കൗണ്ടർ ആപ്പാണ്. അതായത് ഇപ്പോൾ എപ്പോൾ ഫ്ലട്ടർ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്താലും ഇതാവും ഡീഫോൾട്ടായിട്ട് ആദ്യം ഉണ്ടാകുന്ന കോഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട ആപ്പ് ഇതല്ല. സോ ഓൾറെഡി ഇവിടെ ഉള്ള കോഡൊക്കെ നമുക്കൊന്ന് കളയാം. സോ ഇതാണ് ഏതൊരു ഫ്ലട്ടർ ആപ്പിന് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട ലൈൻസ് ഓഫ് കോഡ്. ബാക്കി കോഡ് നമ്മൾ ഓരോ ലൈൻ ടൈപ്പ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കുറേ അധികം സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി കോഡ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ചൂടെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഈ കാണുന്ന വിൻഡോയിലെത്തും. ഈ വെബ്സൈറ്റിൻ്റെ പേരാണ് github.com. അതായത് നമ്മൾ തുടക്കത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത ഗിറ്റ് എന്ന് പറയുന്ന നമ്മുടെ പ്രോജക്റ്റിൻ്റെ അഥവാ സോഴ്സ് കോഡിൻ്റെ വേർഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു റെപ്പോസിറ്ററിയുടെ, അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് ഫയൽസിൻ്റെ വേർഷൻ ട്രാക്ക് ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ക്ലൗഡ് ബേസ്ഡ് ടൂളാണ് ഗിത്ഹബ്. ഇത് ഏതൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറും സ്റ്റാക്ക് ഓവർഫ്ലോ പോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു സൈറ്റാണ്. അപ്പോൾ സ്റ്റാക്ക് ഓവർഫ്ലോ എന്താണെന്നാവല്ലേ, അത് നമ്മളിപ്പോൾ ചെയ്യുന്ന ഏതെങ്കിലും സ്റ്റെപ്സിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു എറർ വന്നാൽ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം നേരെ ആ എറർ ഗൂഗിളിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നതാണ്. അപ്പോൾ ആദ്യം വരുന്ന റിസൾട്ട് ആയിരിക്കും സ്റ്റാക്ക് ഓവർഫ്ലോ, ആ ഒരു വെബ്സൈറ്റിൻ്റെ റിസൾട്ട് ആയിരിക്കും. അവിടെ ഓൾമോസ്റ്റ് നമ്മുടെ എറർസിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ഇത് മെൻഷൻ ചെയ്യാതെ പോകാൻ പറ്റാത്ത വെബ്സൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് തിരിച്ച് ഗിത്ഹബിലേക്ക് വരാം. അതായത് ഇപ്പോൾ ഇവിടെ ലിബ് എടുത്താൽ കാണുന്ന ഈ കോഡ് നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാണ്. ഇങ്ങനെ ചെയ്യുന്നത് പകരം ആ ഫയൽസ് ടോട്ടൽ ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത് സിപ്പ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഓപ്പൺ ഫയൽ കൊടുത്താൽ ഒറ്റയടിക്ക് ഈ പ്രോജക്റ്റ് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് കിട്ടും. പകരം നമ്മളിങ്ങനെ ചെയ്യുന്ന ഈ ഒരു പ്രൊസീജിയറൊക്കെ എത്രത്തോളം സിമ്പിളാണെന്ന് കാണിക്കാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ കോഡ് എക്സ്പ്ലെയിൻ ചെയ്ത് റൺ ചെയ്യാനായിട്ട് മുമ്പായിട്ട് 2 വെബ്സൈറ്റ് കൂടി ഞാൻ പരിചയപ്പെടുത്താം. ഒന്നാമത്തേന്ന് പറയുന്നത് dribble.com ആണ്. അത് UI ഡിസൈനേഴ്സ് അവരുടെ ഡിസൈൻസ് പോസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സൈറ്റാണ്. ഇവിടെ നിന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന പ്രോജക്ട്സിൻ്റെ UI ഡിസൈൻ ഐഡിയാസ് കിട്ടാനായിട്ട് യൂസ് ചെയ്യാം. അടുത്തതെന്ന് പറയുന്നത് Figma.com ആണ്. ഇത് UI ഡിസൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ടൂളാണ്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ആപ്പിൻ്റെ ഒരു സിമ്പിൾ UI ചെയ്തിട്ടുണ്ട്. ആർക്ക് ഈ വെബ്സൈറ്റ് വളരെ എളുപ്പം യൂസ് ചെയ്ത് ഇതുപോലെയൊക്കെയുള്ള UI ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ക്രിയേറ്റീവ് ആൻഡ് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള മൈൻഡൊക്കെ ഉള്ളവരാണെങ്കിൽ UI ഡിസൈൻ സാധ്യതകൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ കോഡിലേക്ക് വരാം. സോ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഒരു എറർ ആദ്യം തന്നെ കാണുന്നുണ്ട്. അത് നമ്മുടെ പ്രോജക്റ്റ് ഫോൾഡർ ഇല്ലാത്ത ഒരു ഐറ്റം നമ്മൾ കോൾ ചെയ്യുന്നതുകൊണ്ടാണ്. ഇതിന് നമ്മൾ പാക്കേജ് എന്ന് പറയും. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് ഉടനെ വരാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മളിവിടെ മൈ ആപ്പ് എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റ് റൺ ആപ്പിലോട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഫ്ലട്ടർ ആപ്പ് ലോഞ്ച് ആകുമ്പോൾ തന്നെ ഉടനെ ഡിസ്പ്ലേ ആവുന്ന വിഡ്ജറ്റ്, അല്ലെങ്കിൽ ലേഔട്ട് എന്ന് പറയാം. അപ്പോൾ വിഡ്ജറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഫ്ലട്ടർ ഈസ് ഓൾ അബൌട്ട് വിഡ്ജറ്റ് എന്നാണ് പറയാറ്. അതായത് ഫ്ലട്ടറിൽ നമ്മൾ കുറേ വിഡ്ജറ്റ്സ് ചേർത്ത് വെച്ചാണ് ആപ്പ് ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് എക്സ്പ്ലനേഷൻ. പിന്നെ നമ്മളിപ്പോൾ ഫ്ലട്ടറിൽ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡാർട്ട് ആണെന്ന് പറഞ്ഞല്ലോ. ആ ലാംഗ്വേജിലെ ഒരു ക്ലാസ്സാണ് ഈ വിഡ്ജറ്റ് എന്ന് പറയുന്നത്. വിഡ്ജറ്റ് ഇനിയിപ്പോൾ 2 തരത്തിലുണ്ട്. ഒന്ന് പറയുന്നത് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റാണ്. ഇതിൽ സ്റ്റേറ്റ്ലെസ്സിൽ നമുക്ക് സിമ്പിൾ UI എലമെൻറ്റ്സ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ സ്റ്റേറ്റ്ഫുള്ളിൽ ഡേറ്റ ചേഞ്ച് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഇപ്പോൾ കാൽക്കുലേറ്റർ ആപ്പിൽ ബട്ടൺസ് നിൽക്കുന്നതനുസരിച്ച് UIയിൽ ചേഞ്ച് വരണമല്ലോ. അത്തരത്തിലുള്ള വിഡ്ജറ്റ്സ് ഉണ്ടാക്കാനാണ് നമ്മൾ സ്റ്റേറ്റ്ഫുൾ എന്ന് പറയുന്ന വിഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ നോക്കിയാൽ കാണാം, ഞാനിവിടെ കോഡുകളൊന്ന് ഷ്രിങ്ക് ആക്കിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഈ ഒരു ബട്ടൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഷ്രിങ്ക് ആകും. അതായത് ഇതിപ്പോൾ ഓരോ ക്ലാസ്സുകളാണ്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ആപ്പ് എന്ന് പറയുന്നത് വെറും 3 വിഡ്ജറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പേരൻറ്റ് വിഡ്ജറ്റ് എന്ന് പറയും. ഈ ഒരു വിഡ്ജറ്റിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ അതുകൂടാതെ കുറേ അധികം ഇൻബിൾട്ട് വിഡ്ജറ്റ്സിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഈ മെറ്റീരിയൽ ആപ്പ് കണ്ടെയ്നർ എന്നൊക്കെ പറയുന്നത് ഫ്ലട്ടറിൽ തന്നെ അവൈലബിൾ ആയിട്ട് നമുക്ക് നേരിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന ഓരോ വിഡ്ജറ്റ്സ് ആണ്. അതിന് ഓരോന്നിനും ഓരോ ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട്. നമ്മൾ ഒന്നിൻ്റെയും ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നമ്മളിത് ഈ വീഡിയോയിലൂടെ ജസ്റ്റ് ഒന്ന് നമ്മൾ മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് പോകുന്നു മാത്രമേ ഉള്ളൂ. നമ്മളിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് എങ്ങനെ പോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിന് ശേഷം ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പം ഈ ഒരു വിഡ്ജറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽ ആപ്പ് ഡിസൈൻ സ്റ്റാൻഡേർഡ് നമ്മുടെ ഈ താഴത്തോട്ട് വരുന്ന കോഡുകൾക്ക് ഫുള്ള് ഈ ഒരു കീവേഡ് ഉപയോഗിക്കുന്നതോടുകൂടി വരും. അതിനുശേഷം നമ്മൾ വെബ്സൈറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് 2 തരം കൊടുക്കുന്നുണ്ട്. ഒന്ന് വെബ്സൈറ്റ് ആണ്, നമ്മുടെ കോഡ് വെബ്സൈറ്റ് ആയിട്ടാണ് റൺ ചെയ്യുന്നതെങ്കിൽ മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 400 ആയിട്ട് ലിമിറ്റ് ചെയ്യും, അല്ലെങ്കിൽ നേരിട്ട് ഈ പറയുന്ന വിഡ്ജറ്റിനെ റിട്ടേൺ ചെയ്യും.
അപ്പോൾ ആ വിഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത് നോക്കാം. അതൊരു സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റാണ് ഞാൻ പറഞ്ഞിരുന്നു. എന്താണ് സ്റ്റേറ്റ്ഫുൾ എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെയാണ് ബട്ടൺസ് ഒക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ യൂസർ ഇൻപുട്ട് എടുക്കാനുള്ള വേരിയബിളും ആൻസറും ഒക്കെ ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ശേഷം ഇവിടെ നമ്മുടെ ബട്ടൺസ് ഒക്കെ ഡിസ്പ്ലേ ആകാനുള്ള UI ഉണ്ട്. അതിനുശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫംഗ്ഷന് നമ്മൾ പറയുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ നേരത്തെ മേളിൽ കണ്ട ഈ ഒരു പാക്കേജ് ഉപയോഗിക്കുന്നത്. ഈ പാക്കേജ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, പാക്കേജ് എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് എന്താണെന്ന് പറയാം. അതായത് നമുക്കിപ്പോൾ ഇതുപോലെ പല കാര്യങ്ങളും സിമ്പിളാക്കാനായിട്ട് ഓൾറെഡി പ്രൊഫഷണൽസ് pub.dev എന്ന് പറഞ്ഞ് ഗൂഗിളിൻ്റെ തന്നെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നമുക്ക് ഇതുപോലെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പാക്കേജുകൾ കിട്ടും. അതായത് ഇപ്പോൾ ഒരു UI എലമെൻ്റ്, ഒരു ബട്ടൺ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പാക്കേജ് കിട്ടും. ആ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് pubspec.yaml എന്ന് പറയുന്ന ഈ ഒരു ഫയലിൽ പോയിട്ട് നമ്മൾ നേരത്തെ കണ്ട ഗിറ്റ്ഹബ് പേജിൽ നിന്ന് തന്നെ ഈ ഒരു കാര്യം കൂടി കോപ്പി ചെയ്തുകൊണ്ട് വരാം. അത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഈ ഇവിടെ pub.get എന്ന് പറയുന്ന ഒരു കമാൻഡ് അടിക്കണം. pub.get അല്ല, pub.get. അതിവിടെ ഓൾറെഡി നോക്കിക്കഴിഞ്ഞാൽ pub.get തന്നെ റണ്ണാവും. അത് നമുക്കിനിയിപ്പോൾ നമ്മുടെ ആ എറർ മാറിയതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്കിനി മുതൽ ആ പാക്കേജിൽ ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ഇതുപോലെ മാത്സ് എക്സ്പ്രഷൻ നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ സ്ട്രിങ് ആയിട്ടാണ് എടുക്കുന്നത്. അതായത് ഒരു ലെറ്ററേഴ്സ് ആയിട്ടാണ് എടുക്കുന്നത്. അതിനെ കൺവേർട്ട് ചെയ്ത് മാത്സ് എക്സ്പ്രഷൻ ആക്കി ഓപ്പറേറ്ററേഴ്സ് ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്തിട്ട് ഇവിടെ റിസൾട്ട് ഈ ആൻസറിലോട്ട് സേവ് ചെയ്യും. ആ ആൻസറാണ് നമുക്ക് അവിടെ ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇവിടെ ബട്ടൺ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റും കൂടെ ഉണ്ട്. അതായത് നമ്മുടെ ഈ കസ്റ്റമായിട്ട് നമ്മൾ നേരത്തെ ആ ഫിഗ്മയിൽ കണ്ട ഡിസൈൻ അനുസരിച്ച് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വിഡ്ജറ്റാണിത്. അപ്പോൾ നമ്മൾ കോഡ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. വെറും 200 ലൈൻസ് നമ്മൾ ആപ്പ് ഉണ്ടാക്കി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, അങ്ങനെ പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതിൻ്റെ താഴെ ചോദിക്കാം. നമ്മൾ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാം. നിലവിലെ വീഡിയോയിൽ നമ്മൾ ഇപ്പോൾ മൊത്തത്തിൽ ഫ്ലട്ടർ എന്താണെന്നുള്ള കാര്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എത്രത്തോളം സിമ്പിളാണ് ഇതിലോട്ട് വരാനെന്നുള്ള കാര്യമൊക്കെ ഒന്ന് മനസ്സിലാക്കി തരിക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അപ്പോൾ ഇതാണ്. അപ്പോൾ നമുക്ക് കോഡ് റൺ ചെയ്യാം. ഇനി കൂടുതൽ ഒന്നും പറയാനില്ല, ഡയറക്റ്റ് നമുക്ക് കോഡ് റൺ ചെയ്തിട്ട് ബാക്കി യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 5 ഡിവൈസുകളിൽ ഈ സെയിം കോഡ് റൺ ചെയ്തെടുക്കാം. അതായത് 5 ഡിവൈസുകൾക്ക് വേണ്ടിയിട്ട് ഇത് ബിൽഡ് ചെയ്ത് നമുക്ക് സോഫ്റ്റ്വെയർ ആക്കി മാറ്റാം. ഒന്ന് നമ്മളിപ്പോൾ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സ്മാർട്ട് ഫോണിലാണ് അതിപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി കാണുന്നുണ്ട് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ വരും. നമ്മൾ സ്മാർട്ട് ഫോണിൽ ലാസ്റ്റ് ഈ കോഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ സ്മാർട്ട് ഫോൺ ഡിസ്കണക്ട് ചെയ്തിട്ട് വെറുതെ സ്റ്റാർട്ട് ഡിബഗ് എന്ന് കൊടുത്താൽ നമ്മുടെ ക്രോമിൽ, നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ ക്രോമിൽ ഇത് ഓണായി വരും. അപ്പോൾ നമുക്ക് 2 ഡിവൈസിലുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എന്താണ് വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യാനും അതുപോലെ മാക്കോസിൽ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ ആയിട്ട് ഓരോ കമാൻഡുകൾ ഇവിടെ ഈ ടെർമിനൽ എന്ന് പറയുന്ന ഈ ഒരു വിൻഡോയിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുവേണ്ടി ബിൽഡ് ചെയ്ത് സോഫ്റ്റ്വെയർ ആയിട്ട് അതിൻ്റെ ആ ഒരു നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഫയലിൻ്റെ ലൊക്കേഷനിൽ തന്നെ പോയി സേവ്. അവിടുന്ന് നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനോ നമ്മുടെ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ 10 മിനിറ്റ് കൊണ്ട് 5 ഡിവൈസുകളിൽ ആപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. നമ്മൾ ഇൻസ്റ്റാളേഷന് വേണ്ടി കൂടുതൽ സമയം എടുത്തിരുന്നു. ഓക്കെ, അപ്പോൾ ഈ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ആപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രത്തോളം സിമ്പിളാണെന്ന് കാണിച്ചു തരിക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആവുക, ഒരു മോട്ടിവേഷൻ ആവുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ ഇതുപോലെയുള്ള ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ബാക്കി കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയലിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. അത് അവിടുന്ന് നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് ഫ്ലട്ടറിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് പഠിച്ചു പോകാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കമ്പനിയുടെ 2 ആപ്പുകൾ എന്താണെന്നുള്ളത് പരിചയപ്പെടുത്താം. അതായത് ഒന്നാമത്തേതിൻ്റെ പേര് അബ്സലൂട്ട് എന്നാണ്. അബ്സലൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സർവീസ് മാർക്കറ്റ് പ്ലേസ് ആണ്. അതായത് ഒരു പർട്ടിക്കുലർ, ഇപ്പോൾ നിങ്ങളൊരു ഫ്രീലാൻസർ ആയിക്കോട്ടെ, ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഒരു ആർട്ട് വർക്ക് ചെയ്യുന്നവരോ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അവരുടെ വർക്കുകൾ, സർവീസുകൾ പബ്ലിഷ് ചെയ്യാനും അങ്ങനെ മറ്റുള്ളവർക്ക് അങ്ങനെയുള്ളവരെ ഹയർ ചെയ്യാനും ചാറ്റ് ചെയ്യാനൊക്കെ എല്ലാത്തിനും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കാണാം. അപ്പോൾ ഈ ഇൻറ്റഗ്രൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതും ഇതുപോലെ തന്നെ മറ്റേതൊരു സർവീസ് മാർക്കറ്റ് പ്ലേസ് ആണെങ്കിൽ ഇതെന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട്, അതായത് മേക്കർ, അത് ക്രിയേറ്റീവ്, ടെക് റിലേറ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവർക്കും, അതായത് മെയിനായിട്ടും സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനും അങ്ങനെ കുറേ അധികം സാധ്യതകളുള്ള 7 കാറ്റഗറീസിൽ ഓട്ടോമേഷൻ, ക്രിയേറ്റിവിറ്റി, DIY, റോബോട്ടിക്സ്, പ്രോഗ്രാമിംഗ് അങ്ങനെയൊക്കെ പറഞ്ഞ 7 കാറ്റഗറീസിൽ നമുക്ക് പോസ്റ്റുകൾ അവൈലബിൾ ആവുകയും അങ്ങനത്തെ പോസ്റ്റ് ഇടാനും ഒക്കെ കൂടി പറ്റുന്ന ഒരു ആപ്പാണ്. അപ്പോൾ അതും ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. സോ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.